PM ശ്രീ വിഷയത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് ശുദ്ധകളവെന്ന് കെ രാജൻ MLA. സ്വകാര്യവൽക്കരണത്തിന് ഓശാന പാടുന്നതാണ് സംസ്ഥാന ബജറ്റെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. CPI തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുടങ്ങാത്ത പദ്ധതിയിൽ നിന്നും പിന്മാറേണ്ട കാര്യമില്ല. ഒപ്പിട്ട് 22 ദിവസത്തിനകം പദ്ധതി മരവിപ്പിക്കാൻ കേരളം കത്ത് നൽകി. ഒരു നടപടി പോലും സ്വീകരിക്കാത്ത പദ്ധതിയുടെ പേരിൽ ഫണ്ട് വാങ്ങി എന്നത് വസ്തുതാവിരുദ്ധമെന്നും രാജൻ പറഞ്ഞു. കരാറല്ല അത് യഥാർത്ഥത്തിൽ. MOU സൈൻ ചെയ്തതിന്റെ 22 ദിവസത്തിനകം അത് മരവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പാകെ കൊടുത്തതുമാണ്. NEP 2020 നടപ്പിലാക്കുന്നതിൽ വിമുഖത കാണിക്കുന്നു എന്നാണ് കോടതിയുടെ മുമ്പാകെ കേന്ദ്ര ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ട അഭിഭാഷകൻ നടത്തിയിട്ടുള്ള കേസ് എന്നിരിക്കെ എങ്ങനെയാണ് കേരളം അങ്ങനെ ഒരു കത്ത് കൊടുത്തില്ല എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും വാദിക്കുന്നത്? തുടങ്ങാത്തൊരു പദ്ധതിയിൽ നിന്ന് എന്തിനാണ് പിൻവലിയുന്നത്? ഒരു നടപടിയും കേരള ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട് ആലോചിച്ചില്ല. 7 മാസക്കാലവും ഇത് ആരംഭിക്കണം എന്ന് ഏതെങ്കിലും വിധത്തിൽ കേരളത്തിലെ ഗവൺമെന്റിനോട് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടോ കേന്ദ്ര ഗവൺമെന്റ്? 2022 മുതൽ 2027 വരെയാണ് ഈ പദ്ധതിയുടെ നിലനിൽപ്പ്. ഈ സാമ്പത്തിക വർഷം കൂടി പറഞ്ഞതൊക്കെ ഓർക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇപ്പൊ പറഞ്ഞവരൊക്കെ തിരുത്തി പറയാണ്. ആ നടപടിയിൽ ഒപ്പിട്ട് 8 മാസം വരെ ഈ പദ്ധതി നടപ്പിലാക്കാതെ കേരളത്തിന് മുന്നോട്ട് പോകാമെങ്കിൽ പിന്നെ ഈ വരുന്ന 6 മാസമോ 7 മാസമോ ബാക്കിയുള്ള അധ്യയന വർഷം കൂടി ഈ പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ ഫെഡറൽ സ്റ്റേറ്റിൽ നിന്ന് കേരളത്തിന്റെ പേരങ്ങ് വെട്ടിക്കളയോ? ഇനി കേരളത്തിന് തരേണ്ട ഒന്നും തരില്ല എന്ന് പറയൂ? പറഞ്ഞാൽ നമ്മളതിനെ പോരടിക്കണ്ടേ? സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണമായി കേന്ദ്രത്തിന് അടിയറ പറഞ്ഞെന്ന് വ്യക്തമാക്കുന്നതാണ് വന്ദേമാതരം മുതൽ PM ശ്രീ വരെയുള്ള കാര്യങ്ങൾ. തോട്ടം ഭൂമി തരം മാറ്റുന്നതിലൂടെ ഭൂമാഫിയകൾക്കും കയ്യേറ്റക്കാർക്കും ഭൂമി കച്ചവടത്തിനുള്ള വഴിയൊരുക്കുകയാണ്. ഭൂപരിഷ്കരണ നിയമത്തിന്റെ 2.0 നടപ്പിലാക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ മാറരുത്. എളുപ്പം സ്വകാര്യവൽക്കരണത്തിലേക്കും ഭൂമി കച്ചവടത്തിലേക്കും കേരളത്തെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നയമായി ഇതിനെ മാറുന്നു എന്ന ഗുരുതരാവസ്ഥ കാണേണ്ടതുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന് വില കുറച്ചത് വഴി ഓപ്പറേഷൻ തൂഫാനെ വരെ തൂഫാനാക്കുകയാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ 3 കാര്യങ്ങളെപ്പറ്റി മിണ്ടാട്ടമില്ല. പെൻഷൻ 3000 ആക്കും എന്ന ഇന്ദിരാ ഗ്യാരണ്ടി, 5 ലക്ഷം രൂപ തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് സംരംഭം തുടങ്ങാൻ പലിശരഹിത വായ്പ കൊടുക്കും എന്ന ഗ്യാരണ്ടി, പഠിക്കുന്ന ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ വീതം കൊടുക്കുമെന്ന ഗ്യാരണ്ടി. ഈ 3 ഗ്യാരണ്ടിയെ കുറിച്ച് മിണ്ടാട്ടില്ല. ആരോഗ്യമേഖലയിൽ നടക്കുന്നത് അപമാനകരമായ കാര്യങ്ങളാണെന്നും രാജൻ കുറ്റപ്പെടുത്തി. മന്ത്രിമാർ സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റിയ കേരള ചരിത്രത്തിലെ ആദ്യത്തെ അനുഭവം ഇപ്പോൾ ഉണ്ടാവുക. ഈ ബ്ലാക്ക് സ്റ്റോണും KKR പോലെയുള്ള വലിയ കുത്തക കമ്പനികൾ ആരോഗ്യരംഗത്തേക്ക് വരുന്നൊരു കാലമാണ്. അപ്പോഴാണ് സ്വകാര്യ മേഖലയിൽ മാത്രം 25 ലക്ഷം രൂപയുടെ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോൺഗ്രസും മുസ്ലിം ലീഗും ഇക്കാര്യങ്ങളിൽ മറുപടി പറയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വമായിട്ടുള്ള കോൺഗ്രസും മുസ്ലിം ലീഗും എന്താണ് PMC നടപ്പിലാക്കുന്നതിനെ കുറിച്ച് തങ്ങളുടെ അഭിപ്രായം എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലെങ്കിലും അഭിപ്രായം പറയാൻ, ഗവൺമെന്റിനെ തിരുത്തണമെങ്കിൽ തിരുത്താൻ ഉള്ള കരുത്തിലേക്ക് പോകണം. TCV തൃശൂർ.